എല്ലാവർക്കും കെ എസ് മെൻറ്ററിൻ്റെ മറ്റൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ഭരത്. കെ എസിൻ്റെ 10th +2 തല പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസ് ആണ് ഞങ്ങളിപ്പോൾ യൂട്യൂബ് വഴി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 10th +2 തല പരീക്ഷകളിൽ പോലും എക്സാമിൻ്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം ഉണ്ടായ കാര്യം എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടുത്തുള്ള നടന്ന പരീക്ഷകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ നിലവാരത്തിലൊക്കെ ഒരു കാര്യമായിട്ടുള്ള ഒരു ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലും ആ ഒരു ചെറിയ ചേഞ്ച് വരുത്തുക. അപ്പോൾ കെ എസിൻ്റെ ഒക്കെ രീതിയിൽ കെ എസ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഡിഗ്രി തല പരീക്ഷ പഠിക്കുന്ന അത്രയും ഡെപ്തിൽ പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റിൽ ഒരല്പം ഒരു അഡീഷണൽ ആയിട്ടുള്ള 1-2 ഇൻഫർമേഷൻസ് കൂടിയെങ്കിലും ഒക്കെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം, ഒട്ടുമുക്കാലും വരുന്ന എല്ലാ ടോപ്പിക്കുകളിലും. അപ്പോൾ അങ്ങനെ ഏതൊക്കെ പഠിക്കണം അതിനകത്തു നിന്നൊക്കെ തിരിച്ചറിയാൻ എങ്ങനെയാണ് സാധിക്കുക? അതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് വേണം അല്ലേ? അപ്പോൾ കെ എസ് മെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനാലിസിസ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഒക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും സിലബസിൻ്റെ ഓവർലാപ്പ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അഘോരാത്രം കിടന്നിട്ട് ഇവിടെ ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നതിൻ്റെ പശ്ചാത്തലമാണ് കെ എസിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ കെ എസ് മെൻറ്റർ എന്നുള്ള റിസൾട്ട് എന്ന് പറയുന്നതും ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രയത്ന ഫലം എന്ന് പറയുന്നത് ചുരുക്കം ചില കുട്ടികളിൽ ഒതുങ്ങി നിൽക്കാണ്ട് ഒരുപാട് പേരിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് യൂട്യൂബ് വഴി നിങ്ങളിലേക്ക് കുറച്ച് ഫ്രീ ക്ലാസ്സസും ഇത്തരം കണ്ടന്റ് വഴി എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമെന്ന് തോന്നുന്ന ഇത്തരം അനാലിസിൽ വളരെ പ്രധാനമെന്ന് മനസ്സിലാക്കിയിട്ടില്ല ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകളിലെ ചില ഏരിയാസ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടി വരുന്ന ചില മേഖലകളൊക്കെയും തിരഞ്ഞെടുത്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇത്തരം ക്ലാസ്സസ് ആയിട്ട് ഞങ്ങൾ എത്തുന്നതെന്ന് മനസ്സിലാക്കുക. എനിവേ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത്തരം ക്ലാസ് എല്ലാം നമ്മുടെ ബാച്ചിൽ പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. യൂട്യൂബിൽ വരുന്ന സമയത്ത് നമുക്ക് പരിമിതികളുണ്ടല്ലോ, ഈ വീഡിയോയുടെ ദൈർഘ്യത്തിൻ്റെ കാര്യമായാലും മറ്റ് കണ്ടന്റ് ഡെലിവറിയുടെ കാര്യമായാലും നമുക്ക് ചില പരിമിതികളൊക്കെ വരുന്നുണ്ട്. ആ പരിമിതികളൊന്നും ഇല്ലാണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഓഫ്ലൈനായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവുക ബെനിഫിറ്റുകൾ എന്ന് പറയാം. അപ്പോൾ ഇതുവരെ നമ്മൾ നടത്തിയ അനാലിസിസിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ ശരിക്കുമുള്ള പരീക്ഷകളിൽ കാണാൻ സാധിച്ചു എന്നുള്ളതും അത് കുട്ടികൾക്ക് സഹായകരമായി എന്നുള്ള കാര്യവും വളരെയധികം സന്തോഷത്തോടു കൂടി ഓർമ്മിച്ചുകൊണ്ട് അതേ ഒരു ലെഗസി തന്നെ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കുവാണ്. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. കേരളത്തിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും എന്ന് പറയുന്നത് കേരള PSCയുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന PSC നോക്കിക്കാണുന്ന ഒരു മേഖലയാണ്. ഇതിൽ കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് പഠിക്കാനായിട്ട് വരുന്നത്. കാണാണ്ട് മനസ്സിലാക്കി തന്നെ വയ്ക്കുക. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട ഒരു സെഷനും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അതും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് തന്നെ വെക്കുക. അത് കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ PSC മെൻറ്റർ ചാനലിലേക്ക് പോയിട്ട് ആ വീഡിയോ കൂടി കൃത്യമായിട്ടൊന്ന് കണ്ടുവെക്കുക കേട്ടോ. അപ്പം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം ഫ്രീ കണ്ടന്റുകളും പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതും കൂടി ആവർത്തിച്ച് പറയട്ടെ. അപ്പം നിങ്ങൾ മാത്രം ഉപയോഗിക്കാണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നല്ല കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പരമാവധി പേര് നല്ലപോലെ ഇത്തരം നമ്മൾ ഒരിക്കലും നോളജ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങളെല്ലാവരും. അതുകൊണ്ട് നിങ്ങൾ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. 4 പേര് നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളും കൂടിയൊക്കെ അറിയട്ടെ ഇത്തരം കണ്ടന്റുകളുണ്ട് എന്നുള്ള കാര്യവും. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിരവധി ഇത്തരത്തിലുള്ള വളരെയധികം മികച്ച പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പലരും അറിയാണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. അത് 2 കൂട്ടർക്കും നഷ്ടമായി തീരുന്ന സാഹചര്യമാണ് കേട്ടോ. എത്ര മികച്ച പ്ലാറ്റ്ഫോമുകൾ പല സാഹചര്യങ്ങളാൽ ശ്രദ്ധ നേടാൻ പറ്റാണ്ട് പോകുന്നുണ്ട് എന്നുള്ളതറിയോ? അപ്പോൾ അതുപോലെ വരാണ്ടിരിക്കണം നമ്മുടെ കാര്യങ്ങളിലും അല്ലേ? അതുപോലെ തന്നെ കുട്ടികൾക്കും അത് നഷ്ടമാണല്ലോ. ഇത്തരം ചുരുങ്ങിയ ചിലവിൽ അല്ലെങ്കിൽ വളരെ തീർത്തും സൗജന്യമായിട്ടൊക്കെ കിട്ടുന്ന ക്ലാസ്സസിൻ്റെ എല്ലാം കണ്ടന്റുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേ ചെയ്യാവുന്ന ഒരു വെരിഫൈഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് കുട്ടികളിലേക്കും എന്തെങ്കിലും ഒരു അഡീഷണൽ പോയിന്റ് അത്ര കണ്ടേ പറയുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാടൊന്നും അവകാശവാദം ഞാൻ ഈ പറയുന്ന ഒരു സെഷനിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരുന്നില്ല. എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം, ഒരു ഉത്തരം, ഒരു പോയിന്റ് അഡീഷണൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബോണസ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ മറ്റ് ഡിലേ ഒന്നും ഇല്ലാണ്ട് നമ്മൾ പതിയെ കടക്കുന്നു കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്ക്. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ആ 18 വന്യജീവി സങ്കേതങ്ങളെയും ഞാൻ താഴെ കാണുന്ന ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ഉദ്യാനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിൽ 5 ഓൾറെഡി ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്ന ദേശീയ ഉദ്യാനങ്ങളും നിലവിൽ വരാൻ സാധ്യതയുള്ള 1-2 ദേശീയ ഉദ്യാനങ്ങൾ, അതിൽ പെരിയാറൊക്കെ പെടും, ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ വന്യജീവി സങ്കേതങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട്
രേഖപ്പെടുത്തിയിട്ടുള്ള 18 എണ്ണങ്ങളുടെ അഡീഷൻ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 18 പേരെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തും തരുന്നുണ്ടാവും. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേരെ ഡീറ്റെയിൽഡ് ആയിട്ടും നമ്മൾ അനലൈസ് ചെയ്യാൻ പോകും. അപ്പോൾ ഇതിൽ ഈ 18 വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിൽ നമ്മൾ ദേശീയ ഉദ്യാനം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്, അല്ലേ? ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. മിടുക്കിയായ ഇടുക്കി തന്നെയാണ് ഇവിടെയും മിടുക്ക് കാണിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങളുടെ കാര്യത്തിലും ഏറ്റവും കൂടുതലുള്ളത് ആര് തന്നെയാണ്? ഇടുക്കി ജില്ല തന്നെയാണ്, ഇടുക്കി ജില്ലയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഓരോരുത്തരായി ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോയിട്ട് അവരുടെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം. ആദ്യത്തെ ആള് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. പെരിയാർ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 1950 രൂപീകൃതമായിരിക്കുന്നു. ഞാനിത് കൃത്യമായിട്ട് വർഷത്തിൻ്റെ ഓർഡറിലാണ് കേട്ടോ താഴേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം വന്നത് ആദ്യവും ഏറ്റവും അവസാനം വന്നത് അവസാനവും എന്ന നിരക്കിൽ ഒരു അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് ഈ ഒരു ടേബിൾ ഞാനിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വർഷം പഠിച്ചു, ആദ്യം ആര് വന്നു, രണ്ടാമത് ആര് വന്നു എന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ പെരിയാർ 1950 ഇടുക്കി ജില്ല. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുക. പീച്ചി ഡാമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ല. 1958 1950 കഴിഞ്ഞ് പിന്നെ 8 വർഷത്തിന് ശേഷമാണ് മറ്റൊരു വൈൽഡ് ലൈഫ് വന്യജീവി സങ്കേതം രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുക. നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. തെക്കേറ്റത്ത് ജില്ലയത് തിരുവനന്തപുരം. അത് വെച്ച് കണക്ട് ചെയ്യാം. 1958 തന്നെയാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് നെയ്യാർ വന്യജീവി സങ്കേതവും രൂപം കൊള്ളുന്നതെന്നറിയാം. അടുത്തയാൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല 1973 രൂപീകരണം. 1973 രൂപീകരണം. അതിനുശേഷം വരുന്നത് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുത്തങ്ങ എലിഫന്റ് റിസർവ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതൊരു എലിഫന്റ് റിസർവ് ആണ്. ആനകളെ സംരക്ഷിക്കുന്ന, ആനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷിത മേഖലയും കൂടിയാണ് നമ്മുടെ മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം. 1973 തന്നെയാണ് രൂപീകൃതമാകുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ 76 രൂപീകൃതമാകുന്നു. വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. തട്ടേക്കാട് പക്ഷി സങ്കേതം കൂടിയാണ്, അല്ലേ? തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി നമ്മൾ പറയും. തട്ടേക്കാട് വന്യജീവി സങ്കേതത്തെ നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എന്നും പറയാറുണ്ട്, പക്ഷി സങ്കേതം എന്നും പറയാറുണ്ട്. എറണാകുളം ജില്ല. എറണാകുളം ജില്ല 1983 രൂപീകൃതം. 1983 രൂപീകൃതമാകുന്നു. പിന്നീട് വരുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ് കേട്ടോ. കണ്ണൂർ ജില്ല. ആറളം കണ്ണൂർ ജില്ലയിൽ 1984 രൂപീകൃതം. ഇവിടെ എറണാകുളത്ത് തട്ടേക്കാട് 83, ആറളം 84. ചിമ്മിനി തൃശ്ശൂർ ജില്ലയിൽ 1984. ചെന്തുരുണി എന്നോ പറയാം. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ, അതും 1984 കാലഘട്ടം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ അഡിഷൻസ് വന്നിട്ടുള്ളത് ഇവിടെ 84 4 പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇടുക്കിയിലുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉൾപ്പെടെ 1984 രൂപീകൃതമാകുന്ന 1, 2, 3, 4 വന്യജീവി സങ്കേതങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 18 വന്യജീവി സങ്കേതങ്ങളുടെ ഫോർമേഷൻസിൽ 4 പേര് ഒരേ സമയത്ത് 1984 രൂപീകൃതമാകുന്നുണ്ട്. പേര് പഠിച്ചു വയ്ക്കുക. ആറളം, അല്ലേ? ആറളം, ചിമ്മിനി, ചെന്തുരുണി, പിന്നെ ആരാണ്? ചിന്നാർ. ഇതിൽ ഒരാൾ മാത്രമാണ് ഇടുക്കി ജില്ല. 4 പേര് 4 ജില്ലകളാണ് കേട്ടോ. ഇവൻ ഇടുക്കി. ചിന്നാർ മാത്രമാണ് ഇതിനകത്ത് ഇടുക്കി ജില്ല. ചെന്തുരുണി എവിടെയാണ്? കൊല്ലം ജില്ല. ചിമ്മിനി എവിടെയാണ്? തൃശ്ശൂർ. ആറളം എവിടെ മക്കളെ? കണ്ണൂർ. ആറളം കണ്ണൂർ ജില്ല. എല്ലാം 1984 രൂപീകൃതമാകുന്ന വന്യജീവി സങ്കേതങ്ങൾ. പിന്നെ വരുന്നത് മംഗളവനമാണ് കേട്ടോ. എറണാകുളത്തെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മംഗളവനവും തട്ടേക്കാട് പറഞ്ഞതുപോലെ ഇതും ബേർഡ് സാങ്ച്വറി എന്ന് പറയാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. മംഗളവനത്തിന് ഒട്ടനവധി സവിശേഷതകളുണ്ട്. കേരളത്തിൻ്റെ ഹൈക്കോടതിയോട് ചേർന്ന്, കേരള ഹൈക്കോടതിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ ഉത്തരം മംഗളവനമാണ്. കേരളത്തിൻ്റെ വന്യജീവി സങ്കേതം ഹൈക്കോടതിക്കടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്ന ചോദ്യത്തിന് ഉത്തരവും ഇതേ മംഗളവനം തന്നെയാണ്. അത്തരത്തിലുള്ള ചെറിയ പ്രത്യേകതകൾ, വവ്വാലുകൾ
കാണുന്ന വന്യജീവി സങ്കേതങ്ങൾ, അത് സ്പെഷ്യലായിട്ട് കാണുന്ന വന്യജീവി സങ്കേതം ഇതേ മംഗളവനമാണ്. അതും എറണാകുളം ജില്ല 2004 അത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ എറണാകുളം ടൗണിൻ്റെ എറണാകുളം ടൗണിനുള്ളിൽ വരുന്ന ശ്വാസകോശം എന്നൊക്കെ പറയുന്ന എറണാകുളം ടൗണിൻ്റെ ശ്വാസകോശം, കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന മംഗളവനം ദേശീയ ഉദ്യാനമാണെന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ മംഗളവനം വരുന്നത് എപ്പോഴാണ് മക്കളെ? 2004 മംഗളവനം ദേശീയ ഉദ്യാനം രൂപീകൃതമാകുന്നത് 2004. കുറിഞ്ഞിമല ദേശീയ ഉദ്യാനം. കുറിഞ്ഞിമല, നീലക്കുറിഞ്ഞികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? ഇടുക്കിയാണ് അല്ലേ? ഇടുക്കിയാണ് നീലക്കുറിഞ്ഞികൾ ഏറ്റവും ഉള്ളത്. നമ്മൾ പറഞ്ഞ നമ്മുടെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ നീലക്കുറിഞ്ഞിയുടെ കാര്യം പറഞ്ഞു. ഇരവികുളം ദേശീയ ഉദ്യാനമൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കുറിഞ്ഞിമലയും എവിടെ തന്നെയാണ് മക്കളെ? ഇടുക്കി ജില്ലയിലാണ്. അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2006 രൂപീകൃതമാകുകയാണ് കുറിഞ്ഞിമല. കുറിഞ്ഞിമലയിൽ വേറെ വർഷം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ജില്ല പഠിച്ചു വെച്ചു, ഇടുക്കി ജില്ല. ചൂളന്നൂർ വന്യജീവി സങ്കേതം. ചൂളന്നൂർ പാലക്കാടാണ് കേട്ടോ. ചൂളന്നൂർ പാലക്കാടാണെന്ന് മനസ്സിലാക്കുക. ചൂളന്നൂർ പാലക്കാടാണ്. 2007 രൂപീകൃതമാകുന്നു. മലബാർ വന്യജീവി സങ്കേതത്തിന് യാതൊരു സംശയവും വേണ്ട. മലബാർ എന്ന് കേട്ടാൽ ആദ്യം പോകുന്ന ജില്ല ഏതാ? കോഴിക്കോട്. മലബാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ജില്ല കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ പോലുള്ള ജില്ലകളല്ലേ നമ്മൾ മലബാർ എന്ന രീതിയിൽ കണക്കൂട്ടുക. മലബാറിൽ ആദ്യം കണക്കൂട്ടുന്ന കോഴിക്കോട് ജില്ല. 2010 രൂപീകൃതമാകുന്നു മലബാർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂരാണ്. കൊട്ടിയൂർ കണ്ണൂർ രണ്ടിനും കണക്ഷനുണ്ട്. ഫോണറ്റിക്കലി ഒരുപോലെ വരുന്നുണ്ട് അല്ലേ? കൊട്ടിയൂർ കണ്ണൂർ 2011 രൂപീകൃതം. ഏറ്റവും അവസാനമായിട്ട് രൂപീകൃതമായ കേരളത്തിലെ 18th വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയാൻ പറ്റുന്ന വന്യജീവി സങ്കേതം എന്ന് പറയാൻ പറ്റുന്ന ആളാണ് നമ്മൾ കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കരിമ്പുഴ വന്യജീവി സങ്കേതം, ജില്ല മലപ്പുറം ജില്ലയിൽ 2020 രൂപീകൃതം. അപ്പോൾ കേരളത്തിൽ അവസാനമായിട്ടൊരു വന്യജീവി സങ്കേതം രൂപീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് 2020. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ കണക്ട് ചെയ്യാൻ പറ്റണം. കേരളത്തിൽ ഏറ്റവും അവസാനം വന്യജീവി സങ്കേതം രൂപീകരിച്ചത് 2023 അല്ലെങ്കിൽ 2022 എന്നൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അത് പാടേ തെറ്റാണ്. അവസാനമായി വന്യജീവി സങ്കേതം രൂപീകരിച്ച ജില്ല വർഷം എന്ന് പറയുന്നത് 2020. അതാരായിരുന്നു? കരിമ്പുഴ വന്യജീവി സങ്കേതം. അതാരായിരുന്നു? കരിമ്പുഴയായിരുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം, ജില്ല മലപ്പുറം. ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയിലാണ് എന്ന് തിരിച്ചറിയാം. മലപ്പുറം ജില്ലയിലാണ്. കണ്ടോ, ഈ ടേബിളിൽ തന്നെ 1, 2 ഇടുക്കി കിടപ്പുണ്ട്. ഇവിടെ എത്രയുണ്ട്? 1, 2, 3, 4 ഇടുക്കി കിടം അല്ലേ? മൊത്തം 4. ഇവിടെ 2 കിടപ്പുണ്ട്. അങ്ങനെ 4 ഇടുക്കി ജില്ല തന്നെ കിടപ്പുണ്ട്. ബാക്കിയെല്ലാം 4ൽ കൂടുതലുള്ള ഒന്നുമില്ല. കണ്ണൂർ 1, 2 പറഞ്ഞു അല്ലേ? കണ്ണൂർ 2 പറഞ്ഞു. തൃശ്ശൂർ 2 പറഞ്ഞു. പാലക്കാട് 2 പറഞ്ഞു. പിന്നെ വയനാട് 1 പറഞ്ഞു. എറണാകുളത്ത് 2 പറഞ്ഞു. ഇത്രയൊക്കെയാണ്. പിന്നെ കൊല്ലത്ത് 1 പറഞ്ഞു അല്ലേ? കോഴിക്കോട് 1 പറഞ്ഞു. പാലക്കാട് 2 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ള പേരിൽ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ആൾക്കാരെന്നറിയാം. ഇത്രയും പേര് നിങ്ങൾ എന്തായാലും പഠിച്ചു തന്നെ വെച്ചേക്കുക. നിങ്ങളുടെ പേരിൽ ഓർത്തിരുന്നാൽ മതി. വന്യജീവി സങ്കേതങ്ങൾ ഇത്ര എണ്ണം ഉണ്ട്. 18 എണ്ണം ഉണ്ട് അല്ലേ? വന്യജീവി സങ്കേതങ്ങൾ എത്ര ഉണ്ട് മക്കളെ? 18 എണ്ണം കേരളത്തിൽ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനികളെ മാത്രം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ മതി. കൂടുതൽ എന്താ പറയുക, നിങ്ങൾ കാട് കയറി പോകുന്ന വേണ്ട. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരൊന്ന് പഠിച്ചു പോവുക. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാണ്? നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം അല്ലേ? പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക് എന്ന രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള പെരിയാർ വന്യജീവി സങ്കേതം 1934 നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. നോട്ട് ചെയ്ത് വെച്ചോ, 2 സിഗ്നിഫിക്കൻസ് ആണ്. ഒന്ന്, കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപീകൃതമാകുന്നത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? 1950 ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായതാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം കേരളത്തിൽ രൂപീകൃതമാകുന്ന വന്യജീവി സങ്കേതം. ഏറ്റവും ആദ്യം എന്നുള്ളതിന് പുറമെ ഏറ്റവും വലുതും ആര് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. തിരിച്ചറിയാം. 1950 വന്യജീവി സങ്കേതമായി മാറുകയാണ് ചെയ്യുന്നത്. 1934 സംരക്ഷിത പ്രദേശമായിട്ട് വന്യജീവി സങ്കേതമായിട്ട് വരുന്നുണ്ട്. 1934 നിലവിൽ വന്ന പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് പെരിയാർ. അത് 1950 വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആവുന്നത്. മറ്റേ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളൂ 1934. 1950 അതിന് എന്ത് സ്റ്റാറ്റസ് കിട്ടുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന വന്യജീവി സങ്കേതം എന്ന സ്റ്റാറ്റസ് കിട്ടുന്നത് 50. പെരിയാറിൻ്റെ തന്നെയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. പെരിയാറിനെ തന്നെയാണ് തേക്കടി വന്യജീവി സങ്കേതം. തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് ചോദിച്ചാൽ തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെടുന്ന ദേശീയ വന്യജീവി സങ്കേതം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം പെരിയാർ. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും പെരിയാർ വന്യജീവി സങ്കേതമാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നതായിരുന്നു ഇതിൻ്റെ പഴയ നാമം. നമ്മൾ പറഞ്ഞില്ലേ മുമ്പ്, പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് കിട്ടുന്നതിന് മുമ്പ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി
ഗെയിം സാങ്ച്വറി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പഴയ നാമം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ നാമമായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ഓർത്തു വയ്ക്കുക. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതാണ് പെരിയാർ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും കൂടിയാണ് ഈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ശരിയല്ലേ? പെരിയാറിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൃഗം ഏതാ? 1 ടൈഗറാണ്, കടുവ. 2 എലിഫൻ്റ് ആണ്. രണ്ടും ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കടുവേനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ടൈഗർ റിസർവ് ആണ് പെരിയാർ എന്ന് കേട്ടിട്ടുണ്ടാവും. ആൻഡ് പെരിയാർ ഈസ് ഓൾസോ ആൻ എലിഫൻറ്റ് റിസർവ്. അതുകൂടി തിരിച്ചറിയുക കേട്ടോ. പെരിയാർ എന്ന് പറയുന്നത് ടൈഗർ റിസർവ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഇത് ആന സങ്കേതം കൂടിയാണ്. ഇതൊരു എലിഫൻറ്റ് റിസർവ് ആണ്. 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത് 1978 കടുവ സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. 1978 1978 അത് ടൈഗർ റിസർവായി. അതുപോലെ തന്നെ 1992 അതിന് എലിഫൻറ്റ് റിസർവ് എന്ന കാറ്റഗറിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിന് ആന സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പെരിയാറിന് ഉപയോഗിക്കുന്നത് 1992 മുതലാണ്. ഒഫീഷ്യലി 1992 മുതലാണ്. അത് പറഞ്ഞു വെക്കുക. അപ്പോൾ 2 പേരും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ടൈഗർ ആസ് വെൽ ആസ് എലിഫൻറ്റ്. നമ്മൾ നേരത്തെ പറയും വയനാട് വന്യജീവി സങ്കേതമൊക്കെ പോയിക്കഴിഞ്ഞാൽ അവിടെ ടൈഗർ ഇല്ല. അവിടെ എലിഫൻറ്റിനെ മാത്രമാണ് റിസർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസർവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു എലിഫൻറ്റ് റിസർവായിട്ട് മാത്രമാണ് അറിയപ്പെടുക. ഇവിടെ നേരെ തിരിച്ച് 2 പേരും ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. 78 ആദ്യം ടൈഗർ, പിന്നീട് എലിഫൻറ്റ് കേട്ടോ, പിന്നീട് എലിഫൻറ്റുമാണ്. മംഗളാദേവി ക്ഷേത്രം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം, തമിഴ്നാട് ബോർഡറിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളാദേവി ക്ഷേത്രം. മംഗളവനം ദേശീയ ഉദ്യാനത്തിലാണ് എന്നൊന്നും പറയുക, വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. മംഗളാദേവി ക്ഷേത്രം പെരിയാറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. 2 നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാടാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. മുത്തങ്ങയ്ക്ക് ഒരു വളരെ വലിയൊരു സവിശേഷത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കൂടി ജംഗ്ഷൻ ഉണ്ട് മുത്തങ്ങയ്ക്ക്. ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സൈഡ് തമിഴ്നാട്, ഈ സൈഡ് കർണാടക, ഇവിടം കേരള. അപ്പം ഇങ്ങനൊരു ട്രൈ ജംഗ്ഷൻ വരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് സഫാരി ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്. അതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പ്രദേശത്തെത്തിയിട്ട് പറയും അങ്ങോട്ട് നോക്കിയാൽ തമിഴ്നാട്, ഇങ്ങോട്ട് നോക്കിയാൽ കർണാടക, നേരെ നമ്മൾ വന്ന വഴി പോയാൽ കേരളം. അങ്ങനെ ഒരു ട്രൈ ജംഗ്ഷനിൽ 3 സംസ്ഥാനങ്ങളുടെയും ബോർഡറിലായിട്ട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് നമ്മുടെ വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ആനിമൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനയാണ്. 1973 നിലവിൽ വരുന്നത് നമ്മൾ പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ അതിർത്തികളായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം ഓൾറെഡി സൂചിപ്പിച്ചു. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഇതേ വയനാട് തന്നെയാണ് കേട്ടോ. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ വയനാട് വന്യജീവി സങ്കേതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. ആനയാണ് സംരക്ഷിത മൃഗം, ഓൾറെഡി സൂചിപ്പിച്ചു. 1992 പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ കീഴിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇതേ 1992 തന്നെയാണ് നമ്മൾ പെരിയാറിലും ആന സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ കീഴിൽ അവിടെയും പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും 1992 തന്നെയാണ് ആനയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആര്? വയനാട് വന്യജീവി സങ്കേതവും. 3ാമത്തെ ആൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. പാലക്കാട് ജില്ലയിൽ 1973 നിലവിൽ വരുന്നതാണ് പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ കടുവ സങ്കേതമാണ് കേട്ടോ പറമ്പിക്കുളം എന്ന് പറയുന്നത്. പറമ്പിക്കുളം, ക്ഷമിക്കുക. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് ചോദിച്ചാൽ ദ സെക്കൻഡ് ടൈഗർ റിസർവ് ഡെവലപ്ഡ് ഇൻ കേരള, അല്ലെങ്കിൽ എന്താ പറയുക, റിലീസ്ഡ് ഇൻ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ് കേട്ടോ. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി വന്യജീവി സങ്കേതം. കാട്ടുപോത്ത് സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് കേരളത്തിലെ പറമ്പിക്കുളം എന്ന് പറയുന്നത്. പറമ്പിക്കുളത്ത് കാട്ടുപോത്തിനെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കുക. 2010 കടുവ സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. 73 നിലവിൽ വരുന്നുവെങ്കിലും 27 വർഷത്തിനിപ്പുറം 37 വർഷത്തിനിപ്പുറമാണ് അതിനെ ഒരു കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നറിയാം. 2010 1978 പെരിയാർ കടുവ സങ്കേതമായിട്ട് രൂപീകരിക്കുന്നത്. എന്നാൽ 78 കഴിഞ്ഞ് പിന്നെയും 73 നിലവിൽ വരുന്നത് പോലും 2010 അല്ലേ. 28 വർഷത്തിന് ശേഷം, ഇതൊരു 37 വർഷത്തിന് ശേഷം, പെരിയാറിൻ്റെ കാര്യത്തിൽ ഒരു 28 വർഷത്തിന് ശേഷം അതിനെ കടുവ സങ്കേതമാക്കുന്നു. പറമ്പിക്കുളത്തിൻ്റെ കാര്യത്തിൽ ഒരു 37 വർഷത്തിന് ശേഷം അതിനെ കടുവ സങ്കേതമാക്കി പ്രഖ്യാപിക്കുന്നതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം കേട്ടിട്ടുണ്ടാകും. കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കന്നിമരവുമായിട്ട് ബന്ധപ്പെട്ട്. കന്നിമരം
കന്നിമരം എന്ന് പറയുന്നത് ലോകത്തിൽ നമുക്കിന്ന് കാണാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലിപ്പം കൂടിയ തേക്കുമരമാണ് കന്നിമരം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അത്ര കണ്ട് പ്രായമുണ്ട് അതിന് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന തേക്കുമരം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയാം. റെഡ് ഡേറ്റ ബുക്ക് നമുക്കറിയാമല്ലോ, ഈ എന്താ പറയുക എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ അല്ലെങ്കിൽ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന സ്പീഷീസുകളെയൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്ന സ്ഥലമാണല്ലേ ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് കംസ് ദി നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് വരിക സദേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള നെയ്യാർ സദേൺ മോസ്റ്റ് 1958 നിലവിൽ വരുന്നു. കാട്ടാക്കട താലൂക്ക്, ഇന്നത്തെ കാട്ടാക്കട താലൂക്ക്, അന്ന് നിലവിൽ വരുന്ന സമയത്ത് കാട്ടാക്കട താലൂക്കല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ കാട്ടാക്കട താലൂക്കാണ്. കാട്ടാക്കട താലൂക്കിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അഗസ്ത്യമലയുടെ താഴ്വരയിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം അഗസ്ത്യമല. നമ്മൾ പറയുന്ന ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? 22 കിലോമീറ്റർ പോകുന്ന ട്രക്കിംഗ് ആണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്ന് പറയുന്നത്. വളരെയധികം ഫേമസ് ആയിട്ട് ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രക്കിംഗ് ആണത്. ആ അഗസ്ത്യമല നിൽക്കുന്ന പ്രദേശം ഈ തിരുവനന്തപുരത്ത് സദേൺ സ്ട്രെച്ചിലാണല്ലോ കാണുക. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ്. അഗസ്ത്യമലയുടെ കീഴിൽ തന്നെയായിരിക്കും ആര് വരിക, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വരിക എന്നുള്ള കാര്യം അതിനകത്ത് ജസ്റ്റിഫൈഡ് ആണ്. ഇങ്ങനെ നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുക. കേരളത്തിൽ ആകെ നിലവിലുള്ള ഒരു ലയൺ സഫാരി പാർക്ക് ഉള്ളത് മരക്കുന്നം ദ്വീപ് എന്ന് പറയും, മരക്കുന്നം ഐലൻഡ്. അതിവിടെയാണ്, ഈ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേട്ടോ. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കാണുന്ന മരക്കുന്നം ഐലൻഡിലാണ് കേരളത്തിൽ കാണുന്ന ഏക ലയൺ സഫാരി പാർക്ക്. സിംഹങ്ങളെ തുറന്നു വിട്ടിട്ട് മനുഷ്യർ അടച്ചുമൂടിയ വാഹനങ്ങളിൽ, ഗ്രില്ലൊക്കെ ഇട്ട് അടച്ച വാഹനങ്ങളിലൂടെ പോയി ദൂരെ നിന്ന് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവരെ കണ്ട് മടങ്ങുന്ന സാഹചര്യം. അതിനാണ് നമ്മൾ ലയൺ സഫാരി പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സഫാരി ചെയ്ത് പോകണം, സഞ്ചരിച്ച് പോയി സ്പോട്ട് ചെയ്യുക, ആനിമലിനെ സ്പോട്ട് ചെയ്യുക, സിംഹങ്ങളെ സ്പോട്ട് ചെയ്യുക, കാണുക, തിരിച്ചു പോരുക എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ സിംഹം വന്നൊക്കെ ഇരിക്കും. എന്നിരുന്നാലും ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളിലാണ് കൊണ്ടുപോവുക. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ലയൺ സഫാരി പാർക്ക് ഇപ്പോൾ ഓപ്പറേഷണലൊന്നും അല്ല കേട്ടോ. നിലവിൽ ലയൺ സഫാരി പാർക്ക് ഓപ്പറേഷണൽ അല്ല, അതിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന സാഹചര്യമാണ്. കാരണം സിംഹങ്ങളൊന്നുമില്ല. ലയൺ ഉണ്ടെങ്കിൽ വേണ്ടേ ലയൺ സഫാരി പാർക്ക്. ഇപ്പം ലയൺ ഒന്നുമില്ല, അവസാനം ഉണ്ടായിരുന്ന ലയണും ചത്തുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലിത് പ്രവർത്തനരഹിതമായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞു വെക്കുക. എന്നിരുന്നാലും ആകെ കേരളത്തിലുള്ള ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. ഇവിടുത്തെ ക്രോക്കഡൈൽ പാർക്കിന് ഒരു പേര് വിളിക്കുന്നുണ്ട്, സ്റ്റീവ് ഇർവിൻ പാർക്ക്. പലതവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന ക്രോക്കഡൈൽ പാർക്ക് ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന ക്രോക്കഡൈൽ പാർക്ക് ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പോൾ നെയ്യാറിൽ ക്രോക്കഡൈൽ, സിംഹം, പിന്നെ മാനുണ്ട് കേട്ടോ. മാൻ പാർക്കുണ്ട്, ഡിയർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് മാൻ പാർക്കുണ്ട്. ഈ 3 സംവിധാനങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് പോയിരുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നിനെയും കൃത്യമായിട്ട് കാണുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ അതിനനുസ്മരിച്ചിട്ടാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് ദേശീയ ഉദ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പാർക്കിൻ്റെ ഏത് മറ്റൊരു എൻറ്റിറ്റിയുടെ രൂപകൽപ്പനയുടെ സാദൃശ്യം വരുന്നതാണെന്ന് ചോദിച്ചെങ്കിൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിനെ അനുസ്മരിച്ചിട്ടാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കാം. കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് എന്ന് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചല്ലേ. എപ്പോഴാണ്? 2020 അല്ലേ? 2020 രൂപം കൊണ്ട അവസാനത്തെ 18ാമത്തെ എന്നും ചോദിക്കാം കേട്ടോ. 18th വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ നമ്പറും മറന്നു പോരുത്. 18ാമത്തേത് നമുക്കറിയാതെ തരുന്നു. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 18 എണ്ണം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെങ്കിൽ 18ാമത്തേതെന്ന് ചോദിക്കുമ്പോൾ അവസാനത്തേതാണെന്ന് മനസ്സിലാവും. ഈ 18 എണ്ണമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ 18ാമത്തേന്ന് ചോദിക്കുമ്പോൾ ഇനി 16 ആണോ 18 ആണോ 18 കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ വന്നേക്കും. അത് ഒഴിവാക്കുക. 18ാമത്തെന്നും അവസാനത്തെ നോക്കുക, പഠിച്ചു വയ്ക്കുക. നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലായി സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയാം. ന്യൂ അമരമ്പലം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് കരിമ്പുഴ വന്യജീവി സങ്കേതം. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? കരിമ്പുഴ തന്നെയാണെന്ന് അറിയാം. തമിഴ്നാട്ടിലെ മുകുർത്തി ദേശീയ ഉദ്യാനത്തിനോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം തമിഴ്നാട്ടിലെ മുകുർത്തി ദേശീയ ഉദ്യാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനവുമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്.
ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തയാൾ ചിന്നാർ 1984 നിലവിൽ വരുന്നു. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ചിന്നാറിനെയാണ്. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതത്തെ തന്നെയാണ് നമ്മൾ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ നക്ഷത്ര ആമകൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്ന സ്ഥലമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട സ്ഥലമെന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഈ പറയുന്ന ചിന്നാർ വന്യജീവി സങ്കേതമാണ് എന്ന് തിരിച്ചറിയുക. ചിന്നാർ വന്യജീവി സങ്കേതമാണ് എന്ന് തിരിച്ചറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ മറയൂർ ചന്ദനക്കാടുകൾ സ്ഥിതി ചെയ്യുന്നു. മറയൂർ ചന്ദനക്കാടുകൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്, ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്നറിയാം. ചാമ്പൽ മലയണ്ണാൻ, മഗ്ഗർ മുതല, വെള്ളക്കാട്ടുപോത്തുകൾ എന്നിവയെല്ലാം കാണപ്പെടുന്ന എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ചാമ്പൽ മലയണ്ണാൻ, മഗ്ഗർ മുതല, വെള്ളക്കാട്ടുപോത്തുകൾ എന്നിവയെല്ലാം കാണപ്പെടുന്നതും ആരുടെ പശ്ചാത്തലത്തിലാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നറിയാം. പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതം. പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതമാണ്. പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അടുത്തയാൾ ആറളം വന്യജീവി സങ്കേതം. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ കേട്ടോ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും വേണ്ട, ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. 1984 നിലവിൽ വരുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് നമ്മൾ പഠിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആര്? ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എവിടെയുമായിട്ട്? കർണാടകത്തിലെ കൂർഗ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? കൂർഗ് എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി വളരെയധികം എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കിട്ടുന്ന ആളുകൾ പലരും ബൈക്കിൽ ട്രിപ്പിങ്ങിനൊക്കെ പോകുന്ന സ്ഥലങ്ങളുമാണ് ഈ കൂർഗ് എന്ന് പറയുന്നത് അല്ലേ. നല്ല ഭംഗിയുള്ള സാമാന്യം തണുപ്പൊക്കെ ഉള്ളൊരു പ്രദേശമായിട്ട് കണക്കാക്കുന്ന സ്ഥലമാണ് ഈ കൂർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂർഗിനോട്, കർണാടകയിലെ കൂർഗിനോട് അടുത്തായി കാണപ്പെടുന്ന നമ്മുടെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ആറളം വന്യജീവി സങ്കേതം എന്നറിയാം. ആറളം വന്യജീവി സങ്കേതം എന്ന് അറിഞ്ഞു വെക്കുക. ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്ന വന്യജീവി സങ്കേതം. ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്ന വന്യജീവി സങ്കേതം ഏതായി? ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ച് പ്രവർത്തിച്ച രാജ്യം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം റഷ്യ. ഏതാണ് മക്കളെ? റഷ്യ. അപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ച രാജ്യം ചോദിച്ചാൽ റഷ്യയാണെന്ന് അറിഞ്ഞു വെക്കുക. പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട പ്രദേശം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം. പൂമ്പാറ്റകളുടെ ദേശാടനം നമ്മൾ ഈ പറയുന്നില്ല, ഇപ്പോൾ വളരെ ദേശത്തു നിന്ന് പറന്നു വരുന്ന പൂമ്പാറ്റകളുടെ പ്രസൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പ്രദേശത്ത് വെച്ചിട്ടാണ്, ആറളം വന്യജീവി സങ്കേതത്തിൽ വെച്ചിട്ടാണ് അത് തിരിച്ചറിയുന്നത് കേട്ടോ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറളം വന്യജീവി സങ്കേതത്തിലാണ് ഈ പറയുന്ന ദേശാടനങ്ങളും പൂമ്പാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളൊക്കെയും നമ്മൾ പഠനത്തിന് ആരംഭിക്കുന്നതൊക്കെയും ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ബേസിസിലാണ്. അടുത്ത നെക്സ്റ്റ് വൺ, തട്ടേക്കാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ പക്ഷി സങ്കേതം കൂടിയാണ് നമ്മുടെ തട്ടേക്കാട്. തട്ടേക്കാട് ഈസ് എ ബേർഡ് സാങ്ച്വറി നമ്മൾ പറയാറുണ്ട് അല്ലേ. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയാണ് തട്ടേക്കാട് എന്ന് പറയുന്നത്. വന്യജീവി സങ്കേതമാണ്, എന്നിരുന്നാലും പക്ഷി നിരീക്ഷണ കേന്ദ്രവും കൂടിയാണ് തട്ടേക്കാട്. ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രം 1983 നിലവിൽ വരികയും ഇതിനെ സലീം അലി ആരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. വളരെയധികം ലോകപ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനും ഗവേഷകനും ഒക്കെ ആയിരുന്ന മനുഷ്യനാണ് നമ്മുടെ സലീം അലി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ സലീം അലി സങ്കേതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? തട്ടേക്കാട് വന്യജീവി സങ്കേതത്തിനെ അല്ലെങ്കിൽ പക്ഷി സങ്കേതത്തിന് തന്നെയാണെന്നറിയാം. മാക്കാച്ചിക്കാട എന്ന പക്ഷിയാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു വെക്കുക. സംരക്ഷിത പക്ഷി ഏതാണ്? മാക്കാച്ചിക്കാട. മലയാറ്റൂർ റിസർവ് വനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നയാളാണ് തട്ടേക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. മലയാറ്റൂർ റിസർവ് വനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന ചോദ്യത്തിനും ഉത്തരമാര് തന്നെ? തട്ടേക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെ. പെരിയാർ നദിയുടെ തീരത്തായി കാണുന്ന ബേർഡ് സാങ്ച്വറി എന്ന ചോദ്യത്തിന് ഉത്തരവും ആര് തന്നെയാണ് മക്കളെ? തട്ടേക്കാട് തന്നെയാണ്. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം. സലീം അലി ഒരു പക്ഷി നിരീക്ഷകനാണ് എന്ന് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നല്ലോ. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എന്നറിഞ്ഞു വെക്കുക. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എന്ന് അറിഞ്ഞു വെക്കുക. മുന്നോട്ട് പോകുന്നു. മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കേരള ഹൈക്കോടതി അല്ലേ. കേരള
ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയുടെ അടുത്തായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന ചോദ്യത്തിന് ഉത്തരം മംഗളവനം. മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും ആര് തന്നെ? മംഗളവനം തന്നെയാണ്. വലിപ്പം കൂടിയ കടവാവലുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വവ്വാലുകളാണ് അല്ലെങ്കിൽ വാവലുകളാണ് ഇവിടുത്തെ ആകർഷണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ വലിപ്പം കൂടിയ കടവാവലുകളാണ് ഇവിടുത്തെ ആകർഷണം എന്ന് പറഞ്ഞു വെക്കുക. കണ്ടൽ കാടുകളുടെ പ്രസൻസാലും സമൃദ്ധമാണ് മംഗളവനം എന്ന് പറയുക. കാരണം എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയൊക്കെയും ഈ കായലുകളുടെ, വളരെയധികം വിസ്തൃതിയുള്ള കായലുകളുടെ പ്രസൻസ് ഉള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ കണ്ടൽക്കാടുകളുടെ എല്ലാം സാന്നിധ്യം എന്ന് പറയുന്നത് തികച്ചും ലോജിക്കലായിട്ടുള്ളൊരു അസംഷൻ തന്നെയായിട്ട് പോവും. അപ്പോൾ മംഗളവനത്തിൻ്റെ ഭാഗത്തും ഇതിന് എന്താ പറയുക, കണ്ടൽ കാടുകളുടെ പ്രസൻസ് ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും ലോജിക്കലി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, സോ ഓൾ ദീസ് ബീയിങ് സെഡ്, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് പോയ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, അതായത് നമ്മുടെ വന്യജീവി സങ്കേതങ്ങളെങ്കിലും നിങ്ങൾ തീർത്തും കൃത്യമായി പഠിച്ചു വെക്കുക. ഓരോന്നും ഏത് ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യവും ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് എന്നുള്ള വസ്തുതയും ഒരു കാരണവശാലും മറക്കാണ്ടിരിക്കുക. എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവണം. പരീക്ഷയിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്ത് വളരെയധികം നല്ല രീതിയിൽ ഒരു വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും മറ്റുമൊക്കെ നിലനിന്ന് പോകേണ്ട സാഹചര്യമുണ്ട് നമ്മുടെ PSCയിൽ അല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിലെ ചോദ്യങ്ങളുടെ എല്ലാം നിലവാരത്തിലുണ്ടായ ഇൻക്രീസ് നിങ്ങളുടെ കുട്ടികളിലും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കുട്ടികളിലും ആ ഒരു നിലവാരത്തിലെ ഉയർച്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ നിലവാരത്തിൽ വളരെ നല്ല രീതിയിൽ കൃത്യമായി ക്ലാസ്സുകൾ അനലൈസ് ചെയ്ത് പഠിച്ചു പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പൂർണ്ണ സപ്പോർട്ടുമായിട്ട് KS മെൻറ്ററും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ കൂടുതൽ കോഴ്സസിൻ്റെയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന കോഴ്സസിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുക, കോഴ്സസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കിയെടുക്കുക. പൂർണ്ണമായിട്ടും 100% വിശ്വസിക്കാവുന്ന, തികച്ചും ക്വാളിറ്റിയോട് കൂടി തന്നെ ഈ പറയുന്ന മാതിരി അല്ലാണ്ട് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസിൽ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് വിശകലനം ചെയ്ത് നിങ്ങൾ അധികം സോഴ്സസിലൊന്നും ആശ്രയിക്കാണ്ട് പഠനങ്ങളിൽ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് സോഴ്സ് ആയി കഴിഞ്ഞാലും നമ്മൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ലിമിറ്റഡ് സോഴ്സുകളിൽ നിന്നുകൊണ്ടുള്ള പഠനത്തിലേക്ക് മുന്നോട്ട് പോകാം. ലിമിറ്റഡ് ടൈം മാത്രം എടുക്കുക പഠിക്കുന്നതിന് കേട്ടോ. ഒരുപാട് കാലയളവ് ഈ PSC പഠനത്തിൻ്റെ പുറകെ കൊടുക്കാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദാറ്റ് ബീയിങ് സെഡ്, എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറി ആഗ്രഹിച്ച് ജോലി നേടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകട്ടെ, അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു സെഷനിൽ നിങ്ങൾ എല്ലാവരെയും സന്ധിക്കും വരെ വണക്കം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.